എൻ്റെ ജനത്തിന് എൻ്റെ പ്രണാമം. എല്ലാ ചിങ്ങമാസത്തിലും നിങ്ങളെ സന്ദർശിക്കാനെത്തുന്ന എന്നെ ഇവിടെ കൂടുതൽ ആവേശഭരിതനാക്കുന്നു. ഒത്തിരി പഴയ മുഖങ്ങൾ, ഒത്തിരി പുതിയ മുഖങ്ങൾ എല്ലാം കൊണ്ടും നാം സന്തുഷ്ടനാണ്. മറിച്ച് ഇന്നെൻ്റെ സാമ്രാജ്യത്തിൽ, ഇന്നെൻ്റെ കേരളത്തിൽ ദുരിത അനുഭവിക്കുന്ന മറ്റു മുഖങ്ങളുണ്ട്. പീഡനങ്ങളിൽ ഒരു സൈഡിൽ സ്ത്രീ പീഡനം, മറു സൈഡിൽ പോലീസിൻ്റെ പീഡനം ഇരയാകുന്ന ഒത്തിരി ജനങ്ങൾ. സഹികെട്ട് പാതാളത്തിലേക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നു. സഹികെട്ട് ഞാനൊരു ദിവസം കേരള പോലീസിനെ എൻ്റെ പാതാളത്തിലെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് വിളിപ്പിച്ചു. ട്രെയിനിങ് ക്യാമ്പിൽ അന്ന് സ്കോട്ട്ലൻഡിലെ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 പോലീസായ സ്കോട്ട്ലൻഡിൻ്റെ പോലീസുകാർ വന്നു. രണ്ടാമത്തെ പോലീസായ പോളണ്ടിൻ്റെ പോലീസുകാർ വന്നു. എല്ലാവരും വന്നു. ട്രെയിനിങ് വളരെ ഗംഭീരമായിട്ട് പൂർത്തിയാക്കിയതിന് ശേഷം പരീക്ഷണാർത്ഥം ഞാൻ എല്ലാവരെയും വിളിപ്പിച്ചു. ഭടന്മാരോട് ആജ്ഞാപിച്ചു, ഒരു പട്ടിയെ കൊണ്ടുവരിക. ഒരു പട്ടിയെ കൊണ്ടുവന്നു. ഘോര വനത്തിലേക്ക് ആ പട്ടിയെ ഞാൻ വിട്ടതിന് ശേഷം ആദ്യം ലോകത്തിലെ നമ്പർ 1 പോലീസുകാരായ സ്കോട്ട്ലൻഡ് പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ പട്ടിയെ തെരഞ്ഞു പിടിക്കുക. അവർ പോയി 10 മിനിറ്റിനകത്ത് പട്ടിയെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്നു. രണ്ടാമത്തെ ഊഴം പോളണ്ടിൻ്റെ പോലീസുകാർക്ക്. അവർ പോയി ഏകദേശം 25-30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പട്ടിയുമായിട്ട് അവർ തിരിച്ചു വന്നു. മൂന്നാമത്തെ ഊഴം കേരള പോലീസിൻ്റെതായിരുന്നു. അവർ പോയി രാവിലെ എത്തിയിട്ടും പോലീസുകാർ തിരിച്ചെത്തിയില്ല. ഭടന്മാരെ ഞാൻ 4 വാർഡ് അയച്ചു. ആർക്കും എങ്ങും എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. അവസാനം ഭടന്മാർ മടങ്ങിയെത്തി. രാജാവ് അവർ കാടിൻ്റെ നടുവിലുണ്ട്. ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ അത്ഭുത സ്തബ്ധനാക്കി. കുറേ പോലീസുകാർ ചുറ്റും കൂടി നിൽപ്പുണ്ട്. നടുക്കൊരു കുറുക്കനുണ്ട്. അടിയോടടി, ഇടിയെ ചവിട്ട് തൊഴുത്ത്, പറയടാ കുറുക്ക, നീ പട്ടിയാണ്, നീ ആ പട്ടി. ഒത്തിരി പഴയ മുഖങ്ങളിൽ നാം കാണുന്ന മുഖം എവിടെ? മുൻ പ്രസിഡന്റ് നമ്മുടെ ജോണി എവിടെ? മകനെ ജോണി, നീ അടുത്ത് വരൂ. കുറെ സ്പീഡിൽ വരൂ. നിന്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ നാം വളരെ സന്തുഷ്ടനാണ്. നമ്മെ സംപ്രീതരാക്കിയിരിക്കുന്നു. ഇനി പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ എളിയ അഭ്യർത്ഥന. എവിടെ നമ്മുടെ മകൻ വില്ലി? എവിടെ പുതിയ പ്രസിഡന്റ് വില്ലി? മകനെ, പ്രവർത്തനങ്ങളിൽ നീ അഗ്രഗണ്യനാണ്. എവിടെയാണെങ്കിലും നമ്മുടെ അടുത്തൊന്ന് വന്നിട്ട് പോകും. സന്ധിയിലുള്ള വേദന നിന്നെ വളരെ വ്യാകുലപ്പെടുത്തുന്നു, നാം അറിയുന്നു. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കണം. ആയുഷ്മാൻ ഭവ.